എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 2025 തുടങ്ങിയ പിന്നെ കൊലപാതകങ്ങളല്ലാതെ മറ്റൊന്നും നമ്മൾ കേട്ടില്ല. ഈ ദാരുണമായ കാര്യങ്ങളല്ലാതെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ. അതുപോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്ന സംഭവം. ഒരു 23 വയസ്സുകാരൻ, ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ചോരയിൽപ്പെട്ട ആൾക്കാരെയെല്ലാം നിരത്തി പിടിച്ചു കൊന്നു. എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചിന്തിച്ചു പോകുന്നത്. സ്വന്തം അമ്മയെ കഴുത്തിൽ ഷാള് മുറുക്കിയിട്ട് ഭിത്തിക്കിട്ടടിച്ചു. ആ അമ്മ മരിച്ചു എന്ന് വിചാരിച്ച് റൂം പൂട്ടിയിട്ടിട്ട് അവൻ പുറത്തിറങ്ങിയിട്ട് നേരെ അവിടുന്ന് 28 കിലോമീറ്റർ അപ്പുറത്തുള്ള പാങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെയാണ് വല്യമ്മ താമസിക്കുന്നത്, അതായത് അപ്പൻ്റെ അമ്മ. അവിടെ വെച്ച് ആ അമ്മേനെയും അവൻ കൊന്നു. അങ്ങനെ അവൻ അവിടുന്ന് സ്വർണം പണയം വെക്കാൻ, അതായത് തോന്നുന്നു ആ വല്യമ്മച്ചിയുടെ കയ്യിലിരുന്ന സ്വർണം മേടിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. പോയിട്ട് അവിടെ പണയം വെച്ച് ആ പണം കൊണ്ട് അവൻ പെട്രോൾ അടിച്ചു. ആ സമയത്താണ് വല്യപ്പച്ചൻ്റെ, അതായത് അപ്പൻ്റെ ചേട്ടൻ്റെ ഒരു ഫോൺ കോൾ വരുമ്പോൾ നേരെ ഇവൻ അവിടെ അങ്ങോട്ട് പോയി, ചുള്ളാളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെ ചെന്ന് സെറ്റിയിലിരിക്കുകയായിരുന്നു അപ്പൻ്റെ സഹോദരൻ. അതിനെ തലക്കടിച്ച് അവിടെ കൊന്നു. അപ്പൻ്റെ സഹോദരൻ്റെ ഭാര്യ അടുക്കളയിലായിരുന്നു, അവിടെ ഇട്ടും അതിനെയും കൊന്നു. എന്തിനും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. നേരെ വീട്ടിലോട്ട് വന്നു. തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് അമ്മ എന്തായി, മരിച്ചോ ഇല്ലയോ, അമ്മയ്ക്ക് എന്തെങ്കിലും ജീവനുണ്ടോ എന്നൊന്നും നോക്കിയില്ല. കാരണം അവൻ ഉറപ്പായിരുന്നു അമ്മ മരിച്ചു എന്നുള്ള ധാരണയിൽ അവൻ പൂട്ടിയിട്ടിട്ട് പോയി. അതിനുശേഷം ഈ അഫാൻ എന്ത് ചെയ്തു, അവൻ്റെ കാമുകി ഫർസാനെ വിളിച്ചു വരുത്തി അവളെ അവിടെ ചുറ്റിയേക്ക് തുടരെ ചുറ്റിയേക്ക് അടിച്ചിട്ട് കൊന്നു. ഇതെല്ലാം കഴിഞ്ഞ് ആ പെണ്ണിനെ കൊന്നു കഴിഞ്ഞിട്ടാണ് ഇവൻ ഓർത്ത ഇന്നൊരാളൂടെ മിച്ചമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് അവൻ്റെ ചെറിയ അനിയൻ അവൻ പുറത്ത് കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന അവനെയും വിളിച്ചു വരുത്തി, ഭക്ഷണം കഴിക്കാൻ വാടാന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആ കുഞ്ഞിനെയും കൊന്നു. എത്ര ദാരുണമായിട്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചു. ആ സമയത്ത് ഈ അഫാൻ എന്ന് പറഞ്ഞ ഈ പയ്യൻ്റെ മനസ്സിൽ എന്തായിരുന്നു, അവന് സാത്താൻ പിടിച്ചതുപോലെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ഒരൊറ്റ നിമിഷം കൊണ്ട്. ഭയാനകമാണ്. എന്നാൽ അവൻ സ്വർണം പണയം വെച്ചെന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധ കള്ളത്തരമായിരുന്നു. അവൻ സ്വർണം പണയം വെച്ചിട്ടില്ല. അവൻ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്ക്. ഇന്നലെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ചു എന്ന മൊഴി വ്യാജമാണ്. സ്വർണം പണയം വെച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കട പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് അഫാൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. 2 ആഴ്ച മുമ്പാണ് അവൻ സ്വർണം പണയം വെച്ചത്. ഈ സ്വർണം പണയം വെക്കുമ്പോൾ ഫർസാനയും കൂടെ ഉണ്ടായിരുന്നു. അവളുടെ ID കാർഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് സ്വർണം പണയം വെച്ചത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുകയാണ് ഞാൻ സ്വർണം പണയം വെക്കാൻ വേണ്ടി അത് ചെയ്തതെന്ന്. അങ്ങനെ വൈരുദ്ധ്യമായ മൊഴികൾ ഇവനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക പോലീസിന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ ചെയ്ത കാര്യം എന്താണ്, കുഴിമന്തി മേടിച്ചിട്ട് അതിനകത്ത് എലിവിഷം കഴിച്ചേക്കുന്നു. എന്തിൻ്റെ കേടായിരുന്നു അവന്. പക്ഷേ ഈ കുഴിമന്തിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് ഒരു കൂട്ടുകാരനെ കണ്ടു. അവനോട് എന്താ മച്ചാനെന്നൊക്കെ ചോദിച്ച് വർത്താനമൊക്കെ പറഞ്ഞു. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ 6 പേരെ കൊന്നു, ഞാൻ എലിവിഷവും കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് മിടുക്കനായിട്ടാണ് ചെന്ന് പറഞ്ഞത്. ഇവനൊക്കെ എന്നാ ചെയ്യണ്ടേ. അതെല്ലാം കഴിച്ച് ഇത് മൊഴിയിലെല്ലാം ഫുള്ള് വൈരുദ്ധ്യതയാണ്. ഒന്നും നേരെ കൃത്യമായിട്ട് ഇപ്പം പറയുന്നില്ല. ഇപ്പോൾ ആദ്യം പറഞ്ഞു ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുടുംബമായിട്ട് ഇവരെല്ലാവരും മരിക്കാനായിട്ട് ഇരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് അത് സമ്മതം ഉണ്ടായില്ല. അതിനുശേഷം എന്നാൽ പിന്നെ ആ ഉത്തരവാദിത്വം ഞാൻ അങ്ങ് ഏറ്റെടുത്തേക്കാന്ന് ഇവൻ തീരുമാനിച്ചിട്ട് ഇവൻ ആദ്യം അമ്മേനെ കൊന്നു എന്ന് പറയുമ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവൻ ശ്രമിച്ചത്. അതിനുശേഷം അനിയനെ അപ്പം നാട്ടിലില്ലാത്ത ഇല്ലെങ്കിൽ അങ്ങേരെയും തട്ടിയനെ ഇവൻ. അപ്പം ഗൾഫിലായിരുന്നു. ഇവനും ഗൾഫിലായിരുന്നു കുറച്ച് നാൾ വിസിറ്റിംഗ് വിസയിലൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ഈ കാമുകി എന്ത് തെറ്റ് ചെയ്തു. ഇവർ കുടുംബമായിട്ട് മരിക്കായിരിക്കുമെങ്കിൽ മരിച്ചാൽ പോരെ. ഇവന് ഈ കാമുകിനെയും വിളിച്ചു വരുത്തിയിട്ട് ആ പെണ്ണിനെയും കൊന്നതിൻ്റെ കാര്യം എന്താ. അതൊക്കെ പോട്ടെ, ആ വെല്ലുമ്മ അതെന്ത് പിഴച്ചു. 88 വയസ്സുള്ള അമ്മച്ചി എന്ത് തെറ്റ് ചെയ്തു. ഇവന് സ്വർണം ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കലി കയറിയതാണ്. മാല ചോദിച്ചപ്പോൾ മാല അപ്പൻ്റെ സഹോദരൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു എന്നൊക്കെ ഇവൻ തോന്നുന്നു മാറ്റി പറയാം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവസാനം ഒരു പറച്ചിലാണ് അവന് മാനസികമായ വിഭ്രാന്തി ഉണ്ടായിരുന്നത്. എന്ത് മാനസിക വിഭ്രാന്തി. ഇവനൊക്കെ കണ്ടതും കടിച്ചാണിയൊക്കെ വലിച്ചു കയറ്റിയിട്ട് മുതുഭ്രാന്ത് ഇളകി പിശാച് ഇവനെ വട്ടം ചുറ്റിച്ച് കൊണ്ട് നടന്നിട്ട് ഇമാതിരി പരിപാടിയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പിന്നെ അവസാനം ഒരു എലിവേഷം എടുത്ത് കഴിച്ചു. ഇപ്പോൾ അത് ഒരു ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഈ കൊലയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ സ്വയം ഒരു എലിവേഷം കഴിക്കുക. അവൻ ചാവില്ല, അവൻ്റെ വയറ് കഴുകിയ അവൻ സുഖപ്പെട്ട് വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അവനൊക്കെ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കൂട്ടക്കൊല ചെയ്തിട്ട് അപ്പനെ അമ്മേനെ വീട്ടിലുള്ളവരെ എല്ലാം തീർത്തിട്ട് ഞാനും മരിക്കുകയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവനതൊക്കെ ചെയ്യുന്നത്. ഈ സംഭവങ്ങളൊക്കെ ഇവരുടെ വീട്ടിൽ നടക്കുവാണ്. ആ അപ്പൻ്റെ അവസ്ഥ എന്നാന്ന് ഓർത്ത് നോക്കിയേ. സ്വന്തം മകൻ പുള്ളിയുടെ സഹോദരനെയും അതിൻ്റെ ഭാര്യേനെയും സ്വന്തം ഭാര്യേനെ ഏറ്റവുള്ളൊരു കൊച്ചിനെ അതിൻ്റെ വെല്ലുമ്മേനെയൊക്കെ കൊന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആ പിതാവിൻ്റെ മാനസികാവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയാൽ അത് അയാൾ എങ്ങനെ ഇത് തരണം ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വിസയുടെയൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ വരാൻ ഉള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അദ്ദേഹത്തോട് ഇവർ ചാനലുകാരൊക്കെ സംസാരിച്ചിരുന്നു. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. നിൽക്കുമ്പോൾ എന്റെ പെങ്ങളമ്മ വിളിച്ചു പറഞ്ഞു, വിളിച്ചെന്റെ ഉമ്മയുടെ മരണം പറഞ്ഞ ആദ്യം. അതിനുശേഷം പിന്നെ എന്റെ സുഹൃത്തോട് റിയാദിനെ വിളിച്ച് പറഞ്ഞു എന്റെ ഇളയ മകനെയും ഭാര്യയും ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ എന്റെ ഭാര്യ അനിയത്തെ വിളിച്ചു. അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഇളയ മകൻ മരിച്ചവർ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. വൈഫ് സീരിയസ് ആയിട്ട് കിടക്കണം. എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി. ആ ബാധ്യതയൊക്കെ നമ്മള്
വീടും വരെ വിൽക്കാനുള്ള ശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ബന്ധുക്കൾ ഇങ്ങനെ എന്നെ പറഞ്ഞതുപോലെ എന്നെ സ്വയം സുഹൃത്തുണ്ട്, ഇങ്ങനെ ഒരു സ്കൂട്ടറിൽ കറങ്ങും, ബൈക്ക് കറങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇപ്പൊ ലോകം എങ്ങനെയല്ലേ, ആണും പെണ്ണിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നാടല്ലേ, അതൊരു വിഷയമാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. വിഷയമാക്കേണ്ട കാര്യമില്ല, അവർ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാവാം, അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു. ഒന്ന് മനസ്സിലാക്കി നോക്കുക ആ അപ്പൻ്റെ ഒരു വിഷമം എന്നാന്ന്. കാരണം ഈ പുള്ളിക്ക് ഈ പെൺകുട്ടിയായിട്ടുള്ള ബന്ധം പോലും അയാളൊരു തടസ്സമായിട്ട് നിന്നിരുന്നില്ല. എന്തിൻ്റെ പേരിൽ ഇവരെയൊക്കെ കൊന്നേനാ? ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ഒരു ധൈര്യം തോന്നുന്നത്? അവന് സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറയണോ? അപ്പം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാമ്പത്തിക പ്രശ്നമൊന്നും ഉണ്ടായില്ല, അവർ പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ മോനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ പറഞ്ഞത്, അവന് ഇങ്ങനെ പെൺകുട്ടിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അവർക്കത് കുഴപ്പമില്ല. കാരണം പെൺപിള്ളേർ ആൺപിള്ളേർ തമ്മിൽ ഇഷ്ടപ്പെടുക, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ട്. എന്നിട്ട് ഇവൻ പറഞ്ഞ കുടുംബത്തിൽ ആരും ഞങ്ങളുടെ ബന്ധത്തെ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താണ്? അവൻ വിരുദ്ധമായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. അതോടൊപ്പം പുള്ളിക്ക് ഗൾഫിൽ സാമ്പത്തികമായിട്ട് കടമുണ്ട്, ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ വീട് വിറ്റിട്ടാണെങ്കിലും അത് വീട്ടാനിട്ടിരിക്കുവാണെന്ന് പറയുക, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവൻ ചാടി കയറിയിട്ട് കടബാധ തീർക്കാനായിട്ടാണ് ഇവരെല്ലാം കൊന്നതോ? ഇവരൊക്കെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നത്? ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു. കാമുകിയായിട്ടിരിക്കുന്നവരുടെ ഗതികേടെന്ന് ഓർത്തുകയും കാമുകനായിട്ടിരിക്കുന്നവരുടെ ഗതികേട് നമ്മൾ ഗ്രീഷ്മയുടെ ഇതിൽ കണ്ടു. കാമുകിയായിട്ടിരിക്കുന്നതിനെ ഈ കാമുകൻ വിളിച്ചു വരുത്തി ഈ മാരി അരുങ്കൊല. ആ പാവം പെൺകുട്ടിയൊക്കെ എന്ത് പിഴച്ചു, ആ കുഞ്ഞ് അനുജൻ എന്ത് പിഴച്ചു, എട്ടും പൊട്ടും തെറിയാത്ത കൊച്ചിനെയൊക്കെ പിടിച്ചിട്ട് അവൻ കൊന്നു കളഞ്ഞില്ലേ? എന്തും മനുഷ്യനാണ് അവൻ. മനുഷ്യനാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവരുടെയൊക്കെ മനസ്സുണ്ടല്ലോ പൈശാചികത കൊണ്ട് നിറഞ്ഞു നിൽക്കുക. എന്തായിരുന്നു ഇവന് പ്രാന്തനോ മുതുഭ്രാന്ത്? ഇവനൊക്കെ ജയിലിൽ പിടിച്ചിട്ട് തിരിച്ച് വിടരുത് ഒരിക്കലും. ഇതൊക്കെ ഒരു അവസാനം വേണം. ഇതൊക്കെ എവിടെ ചെന്ന് എത്തും? ഇത് കണ്ടും കേട്ടും ജനങ്ങൾ ഓരോ രീതിയിലേക്ക് അവർക്ക് പേടിയില്ലാതെ വരിക. എങ്ങനെ പോയാലും ജയിലിൽ ചെന്നാൽ ഇത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ, നല്ല ഫുഡ് കിട്ടും, കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചു വരാം എന്നൊക്കെയല്ലേ ഇവർ കരുതുന്നുള്ളൂ. ഒരു കൂടിപ്പോയ ഒരു 12 വർഷത്തെ ജയിൽ ശിക്ഷ കിട്ടും, അത് കഴിഞ്ഞാൽ ഞാൻ പുട്ടുപോലെ തിരിച്ചു വരും എന്നുള്ള ചിന്താഗതിയാണോ ഇവരെയൊക്കെ ഇങ്ങനെ നടത്തുന്നത്? ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരൊക്കെയൊക്കെ ഉണ്ടോ? ഇത്രയൊക്കെ കൊലപാതകം ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ അതാ ആലോചിക്കണേ. എങ്ങനെ ഈ പയ്യന് ജസ്റ്റ് 23 വയസ്സെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയല്ലേ, അവന് എത്ര പ്രായമുണ്ട്? ആ പ്രായത്തിൽ അവൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്നു മയക്കുമരുന്നിന് അവൻ അടിമയാണെന്ന് പറയുന്നു. ഇതൊക്കെ ഇവിടെ എത്തിച്ചു കൊടുക്കണം ആരാണ്? നമ്മുടെ നാട്ടിൽ എന്താ ഈ ഒരു മയക്കുമരുന്നിനോ ഇതിനൊക്കെ ഒരു അറുതി വരാത്തത് എന്താണ്? ഇപ്പോൾ മയക്കുമരുന്ന് കഴിച്ചിട്ടാണ് ആ പയ്യൻ ഈ തരത്തിൽ പെരുമാറുന്നതെങ്കിൽ കറക്റ്റായിട്ട് രീതിയിൽ എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യണം, ആ രീതി സ്റ്റോപ്പ് ചെയ്യണം. ഏത് കേസ് നമ്മൾ നോക്കിയാലും ഇവരെല്ലാം ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി. എന്താണ് മാനസിക വിഭ്രാന്തി എന്ന് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്? അതായത് ഇതുപോലുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ടല്ലേ ഇവർക്ക് ഈ മാനസിക വിഭ്രാന്തി വരുന്നത്. അപ്പോൾ ആദ്യം ആ മരുന്ന് തന്നെ ഇവിടെ വരുന്ന അങ്ങ് നിർത്ത്. അഡിക്റ്റ് ആയിട്ടുള്ളവരെയൊക്കെ ആണെങ്കിലും നമുക്ക് ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയി ഗ്രാജുവലി അവർക്ക് കുറച്ച് കൊണ്ടുവരാം, വീൻ ചെയ്ത് കൊണ്ടുവരാലോ, എന്നിട്ട് അവരൊരു നോർമൽ ലൈഫിലേക്ക് നടത്താലോ. അതിനൊരു ഇനീഷ്യേറ്റീവായിട്ട് എന്താ നമ്മുടെ സർക്കാരൊന്നും ഇടപെടാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതിന് പകരം അവർ മാനസിക വിഭ്രാന്തി ഉണ്ട്, മാനസിക വിഭ്രാന്തി കൊണ്ടാവാൻ അങ്ങനെ ചെയ്തേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവരുടെ ശിക്ഷാവിധിക്കൊക്കെ ഇളവ് വരും ആ ഒരു കാരണം കൊണ്ട് തന്നെ. അങ്ങനെ ഇവർക്കൊക്കെ തക്ക ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പറയണേ. ഇനി ഒരു വ്യക്തിക്ക് ആരെ നേരെ കയ്യോങ്ങാനോ അല്ലെങ്കിൽ ആരെ കൊല്ലാനോ തക്ക രീതിയിലേക്ക് വരരുത്. ആ തരത്തിലേക്ക് മാറ്റിയിടുക. നമ്മുടെ സർക്കാരിനെ, നമ്മുടെ പോലീസിനെ, എല്ലാവിധ ഫോഴ്സിനെ ഒക്കെ വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിലൂടെ തന്നെ കാണാം. ബൈ.